നീ കരയുന്ന പോലെങ്കിലും അഭിനയിക്ക് അള്ളാന്റെ മുന്നിൽ. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും എന്തേ നിന്റെ കണ്ണിന്ന് വരാത്തത്? എന്തേ വരാത്തത്? സിനിമ കണ്ടിട്ട് കരയുമല്ലോ, സിനിമ കണ്ടിട്ട് കത്ത് കരച്ചില്ല. ഒരാൾ വിളിച്ചു പറഞ്ഞു, ആടുജീവിതം കണ്ട് കരഞ്ഞ് ഒരു രക്ഷയില്ല, പരിശുദ്ധ റമളാൻ തീർന്നില്ല, അതിന് മുമ്പേ പോയി കണ്ട് കരഞ്ഞ്, അല്ലോ ഒരു രക്ഷയില്ല, കരയാതെ കണ്ട് തീർക്കാൻ പറ്റൂല. എൻ്റെ പൊന്നു സഹോദരി, നിന്റെ റമളാനിൻ്റെ 30 ദിനരാത്രങ്ങൾ നീ അള്ളാഹ്ക്ക് വേണ്ടി ഒരു കണ്ണുനീർ ഒലിപ്പിച്ചിരുന്നോ? നീ ഒലിപ്പിച്ചോ? അള്ളാഹ്ക്ക് വേണ്ടി ആ പരിശുദ്ധമായ പകലുകൾ ഒന്ന് കരയാൻ അള്ളാഹ് നിന്റെ കരച്ചിലാഗ്രഹിക്കുകയാണ്, അള്ളാഹ് നിന്റെ കണ്ണുനീരാഗ്രഹിക്കുകയാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവുകളെല്ലാം എത്രയോ നിന്റെ മുന്നിലൂടെ കടന്നുപോയി, ലൈലത്തുൽ ഖദറിന്റെ പകലുകൾ കടന്നുപോയി. പടച്ചവനെ, റമളാൻ ഞങ്ങൾ വിട പറഞ്ഞു പോവുകയാണല്ലോ. ആ റമളാനിനെ കുറിച്ച് ഓർത്തിട്ട് വിഷമിച്ചിട്ട് കൽബ് പൊട്ടിയിട്ട് കരയാൻ നിന്റെ മനസ്സ് അനുവദിച്ചിട്ടില്ല. സിനിമ കണ്ട് കരയാൻ നിന്റെ മനസ്സ് കൽബ് പൊട്ടി. ആടുജീവിതം കണ്ടിട്ട് അവ എത്ര കഷ്ടപ്പെടുന്ന, നീ കുറച്ച് 2 ഏക്കർ എഴുതി കൊടുക്കാത്തവന് ഇത്രയും വലിയ വിഷമം പ്രയാസമുള്ളവർക്ക് നിനക്കെന്ത് കിട്ടി? ഈ കരഞ്ഞത് കൊണ്ട് നിനക്കെന്ത് കിട്ടി? ഈ കണ്ണുനീർ ആരുടെ മുന്നിലായിരുന്നെങ്കിൽ നിനക്ക് ഒരുപക്ഷെ നരകത്തിന്റെ തീയെ അണയ്ക്കാൻ നിന്റെ ആ കണ്ണുനീര് പ്രയോജനപ്പെടും. നിന്റെ കണ്ണുനീര് പ്രയോജനപ്പെടും നരകത്തിന്റെ തീ അണയ്ക്കാൻ. അള്ളാന്റെ മുന്നിൽ അതാണ്. ഒരൊറ്റ തുള്ളി കണ്ണുനീര് മതി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞാണ്, ഒരൊറ്റ തുള്ളി കണ്ണുനീര് മതി നരകത്തിന്റെ തീ അണയ്ക്കാൻ. ആര്? അതിന് കരയണ്ടേ, കരച്ചിൽ വരണ്ടേ? ഇനിയിപ്പോൾ നമ്മുടെ ഇബാദത്തുകളെല്ലാം ഇതേപോലെ ആടുജീവിതം പോലെ സിനിമാ ജീവിതം അല്ല, ആഖിറൻ ജീവിതമൊന്നും ഇബാദത്ത് ജീവിതമൊന്നും നരക ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കണം. ഇനി ഇവിടെ ഒരു LCD വെക്കണം, ഖത്തീബും മോദിനും കൂടെ അത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം. എല്ലാവരും ഇങ്ങനെ ജുമാക്ക് വന്നിരുന്ന് കണ്ട് കരഞ്ഞ് അല്ലോ ഇങ്ങനെയൊക്കെയാണ് കബറിൽ കൊണ്ട് വെക്കുന്നതില്ലേ. ചില പെണ്ണുങ്ങൾക്ക് കബറിൻ്റെതും പറഞ്ഞാൻ പറ്റില്ല. LCD ഇട്ട് കൊടുത്ത് ആ കബർ കുഴിച്ച് കാണിച്ച് ആ കബറിനകത്തോട്ട് മയ്യത്ത് ഇങ്ങനെ ഇറക്കി വെച്ച് മണ്ണൊക്കെ ഇട്ട് മൂടിപ്പോയിട്ട് അകത്ത് 2 ഇടിയൊക്കെ 2 പാമ്പിനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നൊക്കെ ഒന്ന് കാണിക്കുമെന്ന് കബർ മയ്യത്ത് ചുറ്റിയൊക്കെ മയ്യത്തിനകത്ത് ഇങ്ങനെ കൊത്തുന്നത് പോലൊക്കെ ഇരുന്ന ഇവള് 2 വർഷത്തേക്ക് തലേന്ന് തുണി എടുക്കൂല. 2 വർഷത്തേക്ക് ഒന്ന് പണിഞ്ഞു നോക്ക്, പരിശോധിച്ച് നോക്കി. അങ്ങനെ പണ്ടൊക്കെ ആരൊക്കെ ചെയ്ത് വിട്ട് ഒരു മയ്യത്ത് കൊണ്ടുവച്ചപ്പോൾ ഒരു സഹോദരി ദുനിയാവിൽ നിസ്കരിക്കാതെ ഫിത്ന പറഞ്ഞു നടന്ന സഹോദരിയാണ്. ഇമാം എന്തോ ഒന്ന് അനങ്ങുന്നത് കണ്ടു, ഒന്ന് നോക്കിയപ്പോൾ ഒരു വലിയ പാമ്പ് ചുറ്റിയിരിക്കുന്നു. ക്രിയേറ്റ് ചെയ്ത് ആൾക്കാർ എടുത്ത് വിട്ടു കൊടുത്തു. അങ്ങനെയൊന്നും ആഖിറത്തിലുണ്ടാകും. ദുനിയാവിൽ നമ്മൾ അങ്ങനെയുള്ള സംഭവം ഒന്നും നമ്മൾ കാണില്ല. വിധങ്ങൾ അത് നേരത്തെ നിർത്തിയാണല്ലോ, ദുആ ചെയ്യിപ്പിച്ചാണല്ലോ. ദുനിയാവിൽ അങ്ങനെ നീ കാണിച്ചു കൊടുക്കരുത്. കാണിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ ആരെങ്കിലും മയ്യത്ത് മുസ്ലിയാരെ നിസ്കരിപ്പിക്കുമോ? നമ്മൾ ആരെല്ലാം മയ്യത്ത് നിസ്കരിപ്പിക്കുക? അല്ലെങ്കിൽ എത്ര വലിയ തക്കവുള്ള പണ്ഡിതരെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെല്ലാം മയ്യത്ത് നിസ്കരിപ്പിക്കോ? ഒരുങ്ങിക്കൂല. അതുകൊണ്ട് അതൊക്കെ ആഖിറത്തിലാണ്. അതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച, അത് വേറെ. അതിനെ ഓർത്ത് നിങ്ങൾ കരഞ്ഞു ദുആ ചെയ്യുക. ഇതൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തൊന്ന് ജനങ്ങളുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിച്ചാൽ അല്ലാഹ്, പെണ്ണുങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇബാദത്തിലായിരിക്കും. അതൊന്നുമല്ല അള്ളാഹ്ക്ക് വേണ്ടത്. അള്ളാഹ്ക്ക് വേണ്ടത് അങ്ങനെയൊന്നുമല്ല. അള്ളാഹ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ആ റബ്ബിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നുണ്ടോ? അവൻ്റെ സ്വർഗത്തിൽ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ പരിപൂർണമായിട്ട് രഹസ്യത്തിലും പരസ്യത്തിലും വിശ്വസിക്കുക, ഇബാദത്തെ. അതാണ് ഖുർആന്റെ വാക്ക്. الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة. ദുനിയാവിലും നിങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറയുന്നു, നിന്റെ മയ്യത്ത് കബറിലേക്ക് വെച്ച് എല്ലാവരും പോകുമ്പോ ആ കബറിൽ നിനക്ക് കൂട്ടുകാർ ഞങ്ങളായിരിക്കും കേട്ടോ. ആയി അങ്ങനെ ഒരു കൂട്ടുകാരെ കിട്ടൂലേ? അങ്ങനെ ഒരു കൂട്ടുകാരെ നമുക്ക് കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ? ദുനിയാവിലും കൂട്ടുകാരാണ്, ആഖിറത്തിൽ പോയാൽ നിങ്ങൾക്ക് ഞങ്ങളുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നു, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് നിസ്കരിച്ചത്? ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ.
അല്ലാഹുവേ, എൻ്റെ നമസ്കാരവും എൻ്റെ ഇബാദത്തുകളും എൻ്റെ എല്ലാ പ്രവൃത്തികളും എൻ്റെ ബലിദാനവും എൻ്റെ ബലികർമ്മവും പടച്ചവനെ നിനക്ക് മാത്രമാണ് അല്ലാ എന്ന് നമ്മളോട് പറഞ്ഞാൽ ഇത് എതുവരെയാണെന്നറിയോ? വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ഒരു നിശ്ചിത ദിവസത്തേക്കല്ല ഇബാദത്ത് അനുവദിച്ചിട്ടുള്ളത്. ഒരു നിശ്ചിത ദിവസം വരെ നീ നിസ്കരിച്ചാൽ മതി, ഒരു നിശ്ചിത ദിവസം വരെ നീ ഇബാദത്ത് എടുത്താൽ മതി എന്നല്ല അല്ലാഹു പറഞ്ഞത്. അതിന് നോമ്പ്, മറ്റുള്ള കാര്യങ്ങൾ അത് മാത്രമാണ്. ബാക്കിയുള്ള ഇബാദത്ത്, നമസ്കാര കാര്യങ്ങളെല്ലാം അത് വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണമാസന്നമാകുന്ന സമയം വരെ നിന്റെ റബ്ബിനെ നീ ആരാധിക്കണേ. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രമേയം. മരണം വരെ നിന്നെ ഐസിയുലേക്ക് കയറ്റുന്നവർ, ഐസിയുവിലും കണ്ണ് തുറന്നു കിടക്കുന്നു, ഓർമ്മയുണ്ടോ? നീ അങ്ങനെയെങ്കിലും കൈകൊണ്ട് നമസ്കരിക്കും, കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കും, റബ്ബേ ഒരു മിനിറ്റ് പോലും എനിക്ക് മാറി നിൽക്കാൻ കഴിയുന്നില്ല അല്ലാ, എനിക്ക് മാറി നിൽക്കാൻ കഴിയുന്നില്ല അല്ലാ. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം യുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെടുന്ന ചില ആളുകളുണ്ട്. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ, പേടിച്ചിട്ട്. വല്ലദീന യൂതൂന മാ അതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് തന്നത് നിന്റെ മാർഗത്തിൽ നൽകിയില്ല എങ്കിൽ നാളെ ആഖിറത്തിൽ അതിൽ പിടിക്കപ്പെടും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹ്ക്ക് വേണ്ടി കൊടുക്കുന്നവരുണ്ട്. കൊടുത്തു കഴിഞ്ഞാലോ അവർ ഖേദിക്കുകയാണ്, അല്ലാ ഞാൻ കൊടുത്തത് നീ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? നോമ്പെടുത്തവർ, അവരുടെ ദുഃഖം ഇതാണ്, പടച്ചവനെ 30 ദിനരാത്രങ്ങൾ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, അത് നീ സ്വീകരിച്ചോ ഇല്ലയോ എന്ന ദുഃഖം അലട്ടുന്നവരാണ്. അങ്ങനെ ചില ആളുകളുണ്ട്, അവർ സത്യവിശ്വാസികളാണെന്ന് ഖുർആൻ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയായ ആയിഷ ബീവി ഈ ആയത്ത് കണ്ടിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, വഹും യഖാഫൂന. ഈ ആയത്ത് കണ്ടിട്ട് സത്യവിശ്വാസികൾ ഭയപ്പെടുന്നത് അവർ ഒരുപക്ഷെ വ്യഭിചരിച്ചതിൻ്റെ പേരിലായിരിക്കാം, അവർ മോഷ്ടിച്ചതിൻ്റെ പേരിലായിരിക്കാം, അല്ലാഹുവിൻ്റെ റസൂല് അവർ മദ്യപിച്ചതിൻ്റെ പേരിലായിരിക്കാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യബ്നത സിദ്ദീഖ്, ഇല്ല പെൺ സിദ്ദീഖിന്റെ മോളെ. അങ്ങനെയല്ല, അവർ വ്യഭിചരിച്ചത് കൊണ്ടോ അവർ മദ്യപിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവർ മോഷ്ടിച്ചത് കൊണ്ടോ ഒന്നുമല്ല, അവർ നമസ്കരിക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല, നോമ്പെടുക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല. അവരൊക്കെ യസൂമൂന വയതസദ്ദഖൂന വയുസല്ലൂൻ. അവർ നോമ്പെടുത്തവരാണ്, അവർ നമസ്കരിച്ചവരാണ്, അവർ ഇബാദത്ത് ചെയ്തവരാണ്. പക്ഷേ വഹും യഖാഫൂൻ, അവർ ഭയപ്പെടുകയാണ്, അല്ലാ യുതഖബ്ബല മിന്നാ, അല്ലാഹുവേ ഈ നോമ്പ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുവോ ഇല്ലയോ? ജുമുഅ നമസ്കാരം കഴിഞ്ഞാൽ അവർ കരയും, എന്തിനാണ് പടച്ചവനെ ഞാൻ ഈ ത്യാഗം സഹിച്ച് നമസ്കരിച്ച എൻ്റെ ഈ ജുമുഅ നീ സ്വീകരിച്ചോ റബ്ബേ? ളുഹർ നമസ്കാരം കഴിഞ്ഞാലും അവർക്ക് വെപ്രാളമാണ്, അസർ കഴിഞ്ഞാലും അവർക്ക് വെപ്രാളമാണ്. 5 നേരം നമസ്കാരം കഴിഞ്ഞ് ഇശ കഴിഞ്ഞ് വീട്ടിൽ പോയി ഉറങ്ങുന്നതിന് മുമ്പ് അവർ ഒളിവെടുത്ത് കിടക്കയിലേക്ക് കയറുമ്പോ അവിടെ ഇരുന്നിട്ടൊന്ന് ദുആ ചെയ്യും, പടച്ച റബ്ബേ എൻ്റെ ഇന്നത്തെ 5 വഖത്ത് നമസ്കാരം നീ സ്വീകരിച്ചോ അല്ലാ. അങ്ങനെ അലട്ടുന്ന ആളുകളുണ്ട്, അവരെ കുറിച്ചാണ് ഈ ഖുർആന്റെ ആയത്ത് പറഞ്ഞത്. അങ്ങനെ പേടിക്കുന്നവരാണ്. നമുക്ക് എവിടെ പേടി? നോമ്പ് മുറിച്ചാൽ കഞ്ഞി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. നോമ്പ് മുറിക്കാൻ അളിയ ആ പള്ളി വന്ന ഐറ്റം വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചർച്ച. ഇടയത്താഴത്തിന് എത്തിക്കാഫിന് വന്ന അളിയ മട്ടൻ ബിരിയാണിയാണോ സാധാ ചോറും കറിയാണോ അതല്ല നെയ്ച്ചോറ് ഇറച്ചിയാണോ, ഇതായിരിക്കും ചർച്ച. നമ്മുടെ ചർച്ച, എൻ്റെ ചർച്ച, നിങ്ങളുടെ അല്ല. നമ്മുടെ ചർച്ച ഇതാ. നമുക്ക് അതിൻ്റെ പര്യവസാനം എന്താ ഉണ്ട്? ഖത്തമുൽ ഖുർആന് വന്നാൽ പാൽപായസ് ഉണ്ടോ ഇല്ലയോ, എന്താ നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിൽ എന്താ ഇതാണ് നമ്മുടെ ചോദ്യം. എന്നാൽ മഹാന്മാർ അങ്ങനെയല്ല, മുഅ്മിനീങ്ങൾ അങ്ങനെയായിരുന്നില്ല. പടച്ചവനെ എൻ്റെ നോമ്പ് പൂർത്തീകരിക്കുക സമയമായി, നോമ്പ് തുറക്കാൻ സമയമായി, ഈ നോമ്പ് തുറക്കാൻ പോകുന്ന സമയത്ത് അല്ലാ എൻ്റെ ഇന്നത്തെ 12 മണിക്കൂറത്തെ വിശപ്പും ദാഹവും നീ സ്വീകരിച്ചോ അല്ലാ.
രാത്രി നിന്ന് നമസ്കരിച്ചവരാണ്, എത്തിക്കാഫിരുന്നവരാണ്. 4:45 5 മണി 5:01 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് റബ്ബേ 4:50 അള്ളാന്റെ മുന്നിൽ പൊട്ടിക്കരയുകയാണ്. ഇന്നലെ ഞാൻ എത്തിക്കാഫിരുന്നവനാണ്, വഅദ് കേട്ട് നസീഹത്ത് കേട്ടു, തറാവീഹ് നമസ്കരിച്ചു, അല്ലാഹ് വിത്ർ നമസ്കരിച്ചു, ഇതാ ഈ രാത്രി എന്നിൽ നിന്ന് വിട പറയാൻ പോവുകയാ. പടച്ച റബ്ബേ, എൻ്റെ ഈ കഴിഞ്ഞ രാത്രി നീ സ്വീകരിച്ചോ അല്ലാ. അങ്ങനെ പേടിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞത്. വല്ലദീന യൂതൂന മാ അതൗ ഖുലൂബുഹും വജിലത്തുൻ, അവരുടെ കൽബ് പിടയ്ക്കും, അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, ഈ ചെയ്ത പണി ശരിയോ തെറ്റോ. അപ്പം നമ്മളിപ്പോൾ ഓരോന്ന് ഇപ്പോൾ ഈ അസൈൻമെൻറ്റ് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഓരോരുത്തരെ 10 പേരെ നിങ്ങൾ ഇന്ന സാധനം റെഡിയാക്കി നാളെ ഓഫീസിൽ കൊണ്ടുവരണം. ഇത് നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത ജോലിയും പ്രൊമോഷന് അല്ലെങ്കിൽ ശമ്പളം കൂട്ടൽ, ഇതൊക്കെ ഇങ്ങനെ നോക്കും. വെളിയിരുന്നുണ്ട്, നീ എഴുതിയത് ശരിയായോ, നീ ചെയ്തത് എങ്ങനെയായോ. ഓ, ഞാൻ എല്ലാം നോക്കി തന്നെ ചെയ്തത്. പരീക്ഷയൊക്കെ എഴുതിയിട്ടെ കുട്ടികളെ സ്കൂളിൻ്റെ വെളിയിൽ വന്നിട്ട്, എടീ ഇത് പോയടി, യോ നീ ഏതാടി എഴുതി, യോ ഇതല്ലേ ചർച്ച. സംഭവം എഴുതിയിട്ടുണ്ടാവും, സംഭവം എന്നാലും പുറത്ത് വരുമ്പോൾ എന്താ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട്, ഇത് എനിക്ക് നല്ലവൻ്റെ നാക്കിൻ്റെ തുമ്പിൽ വന്നിരുന്ന് എഴുതാൻ നേരത്തെ പേനയുടെ തുമ്പിലോട്ട് വന്നതുമില്ല. അത് 10 മാർക്ക് പോയി. ടെൻഷൻ അടിക്കില്ലേ? ചിലപ്പോൾ അവൾ എഴുതിയിട്ടുണ്ടാവും, എന്നാലും ആ പേപ്പർ നോക്കി ടെൻഷൻ അടിക്കുന്നത് പോലെയാ ഈ ഇബാദത്ത് ചെയ്തവരെ, സാലിഹ്യങ്ങളായ നല്ല മനുഷ്യർ. 30 നോമ്പെടുത്തു അല്ലാ, 29 നോമ്പെടുത്തു അല്ലാ, തഹജ്ജുദ് നമസ്കരിച്ചു അല്ലാ, വിത്ർ നമസ്കരിച്ചു അല്ലാ, തറാവീഹ് നമസ്കരിച്ചു അല്ലാ, കുറെ ഖുർആൻ പാരായണം നടത്തി അല്ലാ. സ്വീകരിച്ചോ ഇല്ലയോ റബ്ബേ, സ്വീകരിച്ചോ ഇല്ലയോ റബ്ബേ. അതിനിടയിൽ ഒരുപാട് വിത്തിന വന്നുപോയി, ഫസാദ് പറഞ്ഞു പോയി, ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, വാട്സപ്പ് ഓണാക്കി, ഫേസ്ബുക്ക് ഓണാക്കി, ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ഒന്ന് കയറിയിറങ്ങിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിപ്പോയി. പഠിച്ചവനെ അല്ലാത്ത സമയത്ത് നോക്കുന്ന പോലെയല്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അവിടെ ഒന്ന് വിശ്രമിക്കാൻ നേരത്ത് ഒന്ന് ഓണാക്കി ഒന്ന് നോക്കിയപ്പോൾ അത് ഇതൊക്കെ ഒന്ന് കണ്ടു. അല്ലാ, നീ സ്വീകരിച്ചോ ഇല്ലയോ. അതാണ് എൻ്റെ ചർച്ച, അതാണ് ഈ ആയത്തിൻ്റെ അംശം. മനസ്സിലായില്ലേ? എല്ലാവരുടെയും കയ്യിൽ 1, 2, 3 ഇരിക്കല്ലേ തൗറാത്ത്. ഇതൊക്കെ തൗറാത്തും കൊണ്ട് പള്ളിയിൽ വരുന്ന ഫ്രണ്ടിൽ വെച്ച് നിസ്കരിക്കും. ഇടയ്ക്ക് 4 റക്കാത്ത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് സമയം കിട്ടുമ്പോൾ ഒന്ന് ഓണാക്കി നോക്കും, ആരെങ്കിലും വിട്ടിട്ടുണ്ടോ എന്ന്. ഇതാണ് സംഭവം. നമ്മളെ മൊത്തം അറിയാതായിപ്പോ ശൈത്താൻ അങ്ങനെ ആക്കുന്നതാ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരാളെ കുടുക്കിയ ഒരു ചരിത്രം ഖുർആനിലുണ്ട്. ഭയങ്കര സംഭവം. ആരായിരുന്നു ആള്? അർശിലേക്ക് നോക്കിയിട്ടാണ് അദ്ദേഹം ക്ലാസ് എടുത്തു കൊടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ മുകളിലേക്ക് നോക്കൂ, ഇത്ര വലിയ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് ഭയങ്കരമായ ദുആയ്ക്ക് ഇജാബത്ത് കൊടുത്തു. ഇജാബത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ 3 ദുആ സ്പെഷ്യലായിട്ട് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു. 3 കാര്യത്തിന്, അത് ഏത് കാര്യമാകട്ടെ, ദുനിയാവാകട്ടെ ആഖിറമാകട്ടെ, 3 കാര്യം അത് നീ എപ്പോൾ ചെയ്താലും അപ്പോൾ മറുപടി. 3 കാര്യം മാത്രം. ബാക്കിയുള്ള നിജാബത്ത് ഉണ്ടാവും, പക്ഷെ അത് കുറച്ച് താമസിക്കും. പക്ഷെ 3 കാര്യം, ആ 3 കാര്യത്തിന് നീ എപ്പോൾ ദുആ ചെയ്താൽ അപ്പോൾ തന്നെ അതിന് മറുപടി ഞാൻ തരും. ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, ഓരോ പ്രവാചകന്മാർക്കും മുസ്തജാബത്തായ ദുആ ഉണ്ട്. പരിപൂർണമായി പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്ന ദുആ ഉണ്ട്. പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്ന ദുആ. ഇവിടെ കാഷ്വാലിറ്റി പോലെ ഡോക്ടറെ കാണണമെങ്കിൽ 5 മണിക്കൂർ എടുക്കും. അത്യാവശ്യമാണോ കാഷ്വാലിറ്റിയിലോട്ട് വെക്കോ, അതാണ് സംഭവം. അത്യാവശ്യമാണെങ്കിൽ കാഷ്വാലിറ്റിയിലോട്ട് വെക്കോ. അപ്പോൾ കാഷ്വാലിറ്റിയിലേക്ക് പോകേണ്ട ദുആ ഉണ്ട്, പെട്ടെന്ന് കബൂലാവും. പെട്ടെന്ന് വയറ്റ് വേനാണെങ്കിൽ അങ്ങോട്ട് വെക്കോളി, അവിടെ ആളുണ്ടാവുണ്ട്, റെഡി ചെയ്യേണ്ട സംവിധാനം ഉണ്ട്. അങ്ങനെ 3 ദുആ കൊടുത്തിട്ടുണ്ട് ആ പണ്ഡിതന്. പക്ഷെ ആ പണ്ഡിതന് എന്ത് പറ്റി സംഭവിച്ചു? പിഴച്ചു പോയി. എങ്ങനെ പോയെന്നറിയോ? ആ 3 ദുആ എന്തിനു വേണ്ടി അയാൾ ചിലവാക്കി? അടുത്ത ആഴ്ച പറയും. മനസ്സിലാക്കണം. റമദാൻ കഴിഞ്ഞ് പോയി എങ്ങനെ ആളിയാ ഇന്നത്തെ ജീവിതം നടക്കുമല്ലോ, റാഹത്ത് ഉണ്ടാവുക, അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാം. ഇന്ന് 40 അടുത്ത ആഴ്ച മുതൽ സമയം കുറയ്ക്കാം നമുക്കല്ലേ, നേരത്തെ നിർത്തണം. ആളുകൾക്കൊക്കെ വന്ന് കോളേജ്, സ്കൂള്, മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ സ്കൂളില്ലെങ്കിലും സ്കൂള് പിള്ളേരല്ലല്ലോ വരുന്നത്, ഉദ്യോഗസ്ഥരൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മൂലം ഒരു 10 മിനിറ്റൊക്കെ നേരത്തെ നിർത്താനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതനുസരിച്ച് എല്ലാവരും പറയണം. فإن رمضان قد ذهب ومن كان يعبد رب رمضان فإن الرب كريم فإن الرب
യുഹ്യി ഫഇന്ന റബ്ബ ഹയ്യുൻ കരീമുൻ ലാ യമൂത്ത് വലാ യഫ്ന. നിങ്ങൾ ആരെങ്കിലും റമദാനിനെയാണ് ആരാധിച്ചതെങ്കിൽ ആ റമദാൻ നമ്മൾ ഇവിടെ പറഞ്ഞു പോയി. ആ റമദാനിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിച്ചതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ ലാ യമൂത്ത്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിൽക്കുന്നുണ്ട്, അവൻ നശിക്കുകയില്ല, നശിച്ചു പോവുകയുമില്ല. അതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. നമ്മൾ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ട് കാര്യമില്ല. അവിടെ ഒരു ജോലി ഉണ്ട് പറയുന്നു, അവിടെ ഒരു ജോലി ഉണ്ട്, അവിടെ ഒരു നിനക്ക് അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ പോകണ്ടേ? ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണ്ടേ? എന്നിട്ട് അവിടെ പണിക്ക് പോകണ്ടേ? എന്നിട്ട് ഫുലൂസ് വാങ്ങണ്ടേ? അല്ലെ ജോലിയുണ്ട് 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 എന്ന് പറഞ്ഞിട്ട് പുറയിലിരുന്നാൽ വീട്ടിലിരുന്നാൽ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ എൻ്റെ ഫുലൂസ് കിട്ടുമോ? അല്ല ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കയറാൻ പറ്റും നമുക്ക്? അല്ല ഉണ്ട് എന്നാ പിന്നെ അല്ല ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا. ഒരിക്കൽ മലക്കുൽ മൗത്ത് നമ്മുടെ അരികിലേക്ക് നമ്മെ തേടിയെത്തുമത്രേ. ഹദീസിൽ കാണാം, ഓരോ ദിവസവും നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നവരെ മലക്കുൽ മൗത്ത് അവിടെ നിന്ന് മുസാഫഹത്ത് ചെയ്തിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. വീട്ടിൽ വിശ്രമിക്കുന്നവരെ നിങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ വന്ന് തട്ടി വിളിച്ചിട്ട് മലക്കുൽ മൗത്ത് പറയും, അയ്യുഹന്നാസ് അർറഹീൽ അർറഹീൽ അർറഹീൽ. വീട്ടിൽ ആഘോഷിക്കുന്നവരെ, ആനന്ദിക്കുന്നവരെ, അള്ളാന്റെ വിളി കേട്ടിട്ട് മറുപടി കൊടുക്കാത്തവരെ അവര് പോലും കേൾക്കുന്നില്ല. മലക്കുൽ മൗത്ത് ആ വീടിന്റെ മെയിൻ ഡോറിൽ വന്ന് തട്ടി വിളിച്ചിട്ട് പറയുകയാണ്, വീട്ടിൽ വിശ്രമിക്കുന്നവരെ ഇതാ വാഹനം നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അർറഹീൽ, യാത്ര പുറപ്പെടണേ, യാത്ര പുറപ്പെടണേ. ആ യാത്രയ്ക്ക് വേണ്ടി നമ്മളെ ക്ഷണിക്കാൻ വരുന്ന മലക്കുൽ മൗത്ത് അവർ നല്ലവരാണോ, അല്ലാഹു ഒരുവനാണ് എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തവരാണെങ്കിൽ അവർ മരണവപ്രാളത്തിൽ അവർ ബുദ്ധിമുട്ടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. തതനസ്സലു അലൈഹിമുൽ മലായിക, മാലാകമാർ അവരുടെ സമക്ഷത്തിലേക്ക്, സവിധത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. നിങ്ങൾ വിഷമിക്കേണ്ട, ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട കേട്ടോ. വിശാലമായ ദുനിയാവിലാണ് ഞാൻ ജീവിച്ചത്. പടച്ചവനെ, എനിക്ക് കൂട്ടുകാരുണ്ട്, എനിക്ക് സഹപ്രവർത്തകരുണ്ടായിരുന്നു, സഹയാത്രികരുണ്ടായിരുന്നു, സഹപാഠികളുണ്ടായിരുന്നു. അവരെ എല്ലാം തനിച്ചാക്കി ഞാൻ ഏകാന്തവാസത്തിന് വേണ്ടി പോവുകയല്ലേ. അങ്ങനെ നീ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നീ ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത്. നഹ്നു ഔലിയാഉകും, നിങ്ങളുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും സഹയാത്രികരും ഇനി ഞങ്ങളാണ്, നിങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണ്. നിങ്ങൾക്ക് ഈനാസ് പകർന്നു തന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവർ ഞങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. അള്ളാഹു ഒരുവനാണെന്ന് വിശ്വസിച്ച് അതിൽ അടിയുറച്ച് മരണം വരെ ജീവിച്ചവർക്ക് അള്ളാഹു സന്തോഷ വാർത്തയുമായി അവന്റെ അവസാന നാളുകളിലേക്ക് മലക്കുകളെ നിയോഗിക്കുകയാണ്. അതാണ് ഈ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം. ലാസ്റ്റ് ഘട്ടം. പേടിക്കണ്ട, നീ എന്തിനു വിഷമിക്കുന്നത്? നീ അല്ലാഹ് ഒരുവനാണെന്ന് വിശ്വസിക്കുക മാത്രമല്ല ചെയ്തത്, ഇസ്തിഖാമത്തോടുകൂടി നിലനിന്നു. റമദാൻ കഴിഞ്ഞിട്ടും പടച്ചവനെ, എനിക്ക് വയസ്സിത്രയായി, എൻ്റെ കഴിഞ്ഞ റമദാൻ വരെ ഞാൻ പാഴാക്കിപ്പോയി. അല്ലാ, ഇനിയും മരണം വരെ നീ ഒരുവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഇബാദത്തുകൾ, ഈ രാപ്പകലുകളിൽ നിനക്ക് വേണ്ടി സജീവമാക്കാൻ അല്ലാ ഞാനിതാ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ, ഒരു സഹോദരി മരണം വരെ തീരുമാനമെടുത്താൽ ഇൻഷാ അല്ലാഹ് അവന്റെ മണിയറയിലേക്ക് മലക്ക് ഇറങ്ങി വന്നവനെ സന്തോഷിപ്പിക്കുമത്രേ. അതാണ് ഈ ഖുർആന്റെ അർത്ഥം. തതനസ്സലു അലൈഹിമുൽ മലായിക ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. അബ്ശിർ യാ ശൈഖ്, അബ്ശിർ യാ ശൈഖ്. അറബികളൊക്കെ പറയില്ലേ, ഇന്നലൊക്കെ വിഷമിച്ച് പ്രയാസപ്പെട്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തിന് വിഷമിക്കുന്നു? അബ്ശിർ, അബ്ശിർ, സന്തോഷ വാർത്ത, സന്തോഷം, അങ്ങനെ പറയാ. നീ വിഷമിക്കല്ലേ, നീ പ്രയാസപ്പെടല്ലേ, അതല്ലേ പറയാ എന്ന് പറഞ്ഞ പോലെയാണ്.
മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് വെപ്രാളപ്പെട്ട്. ഇന്ന് മരിച്ചു പോകും അല്ലാ, നാളത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് ദുഃഖിക്കുമ്പോഴാണ് മലക്ക് വന്നിട്ട് പറയുന്നത്, നീ സന്തോഷിക്ക്, വിഷമിക്കണ്ട കേട്ടോ. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. റമളാനിന്റെ രാപ്പകലുകളിൽ നീ ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, വഅസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് നീ അല്ലാഹുവിനോട് ചോദിച്ചിരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സ്വർഗമാണ് നിന്റെ താവളം, നിന്റെ സങ്കേതം. അതുകൊണ്ട് നീ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. മലക്കൾ വന്ന് പറയും സന്തോഷത്തോടു കൂടി. ആർക്ക് പരിശുദ്ധ റമളാൻ കഴിഞ്ഞിട്ട് സലാമു അലൈക യാ ഷഹ്റ റമളാൻ. റമളാന് സലാം പറഞ്ഞ എല്ലാണ്ണം പോയി. ഇനി അടുത്ത വർഷം നമുക്ക് കാണാം. ഗുഡ് ബൈ, ആള് പോയി. ഇനി അടുത്ത വർഷം കാണാം. ഇനി ഇടയ്ക്കെങ്ങാനും മരിച്ചു പോയാൽ മലക്കൾ വന്ന്, അളിയ ഒരു രക്ഷയില്ല അളിയ, എന്നെ രക്ഷപ്പെടുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റൂല, കാരണം അള്ളാൻ്റെ ഓർഡറാണ്, റമളാൻ മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ള സമയത്ത് ഇസ്തിഖാമത്തില്ലാത്തത് കൊണ്ട് ഒരു രക്ഷയില്ല, ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. സോറി ബ്രദർ, സോറി മാം, ഒന്നും ചെയ്യാൻ പറ്റൂല, പിടിച്ചോളി, ഒരൊറ്റ പിടിയാ, രക്ഷയില്ല. മലക്കൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓർഡർ കിട്ടുന്നതനുസരിച്ച് പോലീസുകാർക്ക് ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മോളിൽ നിന്നുള്ള ഉത്തരവല്ലേ സാറേ, അങ്ങനെ സാറേ ഇങ്ങനെ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ഞങ്ങളുടെ അടുത്ത് പറയുന്നതല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അവർ പറയുന്നതല്ലേ, മോളിൽ നിന്നുള്ള ഉത്തരവാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് എന്നല്ലേ അവർ പറയുന്നത്. സോറി, ആദ്യമേ അവർ മുൻകൂർ ജാമ്യം നമ്മളെടുക്കും. സോറി കേട്ടോ, ഇത് ഉത്തരവ് പ്രകാരമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. മലക്കുകൾ അങ്ങനെ തന്നെയാണ്, അള്ളാന്റെ തീരുമാനപ്രകാരം. അള്ളാഹ് പറയുന്നതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരല്ല മാലാഖമാർ. അതുകൊണ്ട് റമളാനിനെ ആരാണോ ആരാധിച്ചത്, ആ റമളാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. അതുകൊണ്ടാണ് ദുആ നമ്മൾ ചെയ്യുന്നത്, അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻ ഉബാദി റമളാൻ വജ്അൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, റമളാനിനെ ആരാധിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ലാഹ്. ദുആ റമളാനിലെ ദുആയാണ്, ഖുനൂത്തിലെ ദുആയാണ്. ഖുനൂത്തിലൊക്കെ ദുആ ചെയ്യുമ്പോൾ നമുക്ക് അതിന് അർത്ഥം അറിയില്ല, നമ്മളിങ്ങനെ ദുആ കേൾക്കും. ഇമാമ് കരഞ്ഞാൽ ഇമാമിൻ്റെ കൂട്ടത്തിൽ കരയും, അതിനും കൂലിയുണ്ട് കേട്ടോ. കരഞ്ഞാലും കൂലിയുണ്ട്. കരച്ചിൽ വരുന്നില്ല, കരയുന്നത് പോലെ നടിക്കുന്നു, അഭിനയിക്കുന്നു, അതിനും കൂലിയുണ്ട് കേട്ടോ. വിഷമിക്കണ്ട, കരച്ചിൽ വരുന്നില്ല, കൽബീന്ന് വരുന്നില്ല. യാ അയ്യുഹന്നാസ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇബ്കൂ, നിങ്ങൾ കരയണേ. ഫൈലം തബ്കൂ, എത്ര ശ്രമിച്ചിട്ടും കണ്ണ് നനയുന്നില്ല അല്ലാ, കണ്ണ് ഈറനണിയുന്നില്ല അല്ലാ. എൻ്റെ അടുത്തിരിക്കുന്നവൻ പൊട്ടിക്കരയുകയാണ്, പടച്ചവനെ എൻ്റെ കണ്ണ് നനയുന്നില്ല അല്ലാ. അവൻ്റെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് കരയാൻ കഴിയുന്നില്ല, പക്ഷേ അവനൊരു വിഷമമുണ്ടാകണ്ട എന്ന് കരുതി ഞാൻ കരയുന്നത് പോലെ അഭിനയിച്ചു അല്ലാ. ഫൈലം തബ്കൂ ഫതബാകൂ, നിനക്ക് കരച്ചിൽ വരുന്നില്ല എങ്കിൽ കരയുന്നത് പോലെ നീ അഭിനയിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയെങ്കിലും അള്ളാന്റെ അടുക്കലേക്ക് നിന്നെ അടുപ്പിക്കാനാണ്. അങ്ങനെയെങ്കിൽ നീ ഒന്ന് അടുക്ക്, കരയുന്ന പോലെ. വരുന്നില്ല കണ്ണുനീരല്ല എങ്കിലും ഞാൻ കരയുന്നത് പോലെ അഭിനയിക്കണം. ഈ അഭിനയം അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. ഇപ്പം രാഷ്ട്രീയക്കാർ അഭിനയിക്കുന്ന കണ്ടില്ലേ, എന്താ അഭിനയം? അത് കണ്ടങ്ങ് വീഴില്ലേ നമ്മുടെ താത്താമാരൊക്കെ. അങ്ങ് വെറുതെ മേടിച്ചു തരാം, നിനക്ക് നമ്മൾ അത് വാങ്ങിച്ചു തരാം, നിനക്ക് തലയിലിടാനുള്ളത് മേടിച്ചു തരാം, നിങ്ങളുടെ സെൻറ്റ് ഭൂമി മേടിച്ചു തരാം, നിങ്ങൾക്ക് അതിട്ട് തരാം, ഓട്ട് തരാം. ഒതുവെടുക്കാത്തവൻ ഒതുവെടുക്കുന്നു, നിസ്കരിക്കാത്തവൻ നിസ്കരിക്കുന്നു, താജ് നിസ്കരിക്കാത്ത താജ് നിസ്കരിക്കും. എൻ്റെ റഹ്മാനായ റബ്ബ ഇനി കുനൂത്തും കൂടെ കണ്ട അതും കൂടെ വേണമെങ്കിൽ ചെയ്യും. എത്ര പ്രാക്ടീസാണല്ലേ. ചെവിയൊക്കെ തടവുന്നത് കണ്ട മോനെ ഒരു മുസ്ലിം തടവൂല ഇങ്ങനെ. ആ സുന്നത്തായ തടവക്കാണത്. എന്താ മനസ്സിലാക്കിയിട്ടാ